നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദിയിൽ പ്രവാസികളുടെ പാസ്പോർട്ട് വിവരങ്ങൾ ഇനി അബ്ഷിർ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി സൗദി പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ അപ്ഡേറ്റ് ചെയ്യാം. 69 റിയാലാണ് ഇതിന് ഈടാക്കുന്ന ഫീസ്. ഈ സേവനത്തിനായി സ്പോൺസറെയോ പാസ്പോർട്ട് ഓഫീസിനെയോ ഇനി സമീപിക്കേണ്ടതില്ല. പ്രവാസികൾ കാലാവധി തീർന്ന പാസ്പോർട്ട് പുതുക്കുകയോ പുതിയ പാസ്പോർട്ട് എടുക്കുകയോ ചെയ്താൽ അത് സൗദി പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ, അതായത് ജവാസാത്തിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാക്കി. നേരിട്ട് ജവാസാത്ത് ഓഫീസിനെ സമീപിച്ചും തൊഴിലുടമയുടെ അബ്ഷിർ പ്ലാറ്റ്ഫോം വഴിയുമായിരുന്നു ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇനി പ്രവാസികളുടെ സ്വന്തം അബ്ഷിർ വഴിയും പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതായത് നഖൽ മാലുമാത്ത് സ്വയം ചെയ്യാമെന്ന് ജവാസാത്ത് അറിയിച്ചു. വാറ്റ് ഉൾപ്പെടെ 69 റിയാലാണ് ഇതിന് ഈടാക്കുന്ന ഫീസ്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസികൾക്കാണ് ഈ സേവനം ലഭിക്കുക. പാസ്പോർട്ട് നമ്പരും കാലാവധിയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വ്യക്തമായി കാണുന്ന പാസ്പോർട്ടിന്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യണം. പഴയ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഹുറൂബല്ല എന്നും അപേക്ഷകൻ സ്ഥിരീകരിക്കണം. കൂടാതെ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ അടയ്ക്കാനോ രാജ്യത്ത് സുരക്ഷാ സംബന്ധമായ നിയന്ത്രണങ്ങളോ ഉണ്ടാകാൻ പാടില്ല. 5 വർഷത്തിലൊരിക്കൽ മാത്രമായിരിക്കും ഈ സേവനം ലഭിക്കുക. ഇതിനിടയിൽ സേവനം ആവശ്യമുള്ളവർ ജവാസാത്തിനെ നേരിട്ട് സമീപിക്കണം. പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലും ജവാസാത്തിനെ നേരിട്ട് സമീപിക്കണം. നിലവിലുള്ള പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിക്കാൻ 12 മാസത്തിൽ കൂടുതൽ സമയമുണ്ടെങ്കിൽ ഈ സേവനം ലഭിക്കില്ലെന്നും ജവാസാത്ത് വ്യക്തമാക്കി. ജലീൽ കടമകലം, 24 ജിദ്ദ.